അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചപ്പാത്തിൻ്റെ കൂടെ, പത്തലിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കുറുമയാണ്. ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം 3 വലിയ ഉള്ളി നേർങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു കളർ മാറുന്നവരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അവരുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ നല്ല കട്ടിയുള്ള 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലിൽ ഒരു 15 അണ്ടിപ്പരിപ്പ് എടുത്ത് നല്ല മിനുസത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മൾ നല്ല കിടിലൻ ചിക്കൻ കുറുമ റെഡിയായി. ഇത് ചപ്പാത്തിൻ്റെ കൂടെ, പത്തലിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്